എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ക്യാരറ്റ് കൊണ്ടുണ്ടാക്കുന്ന ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. തോല് കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് 1 കപ്പാണ് എടുക്കേണ്ടത്. വളരെ ചെറുതായി തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കണം. പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇതിലേക്ക് ക്യാരറ്റ് ഇടാം. കൂടെ തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അരക്കപ്പിലും കുറച്ച് കുറവായിട്ടാണ് പഞ്ചസാര എടുത്തിരിക്കുന്നത്. നമ്മുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പഞ്ചസാര അലിയുന്നത് വരെ ഇളക്കി കൊടുക്കാം. പഞ്ചസാര ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 2 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കാം. വറുത്ത റവയാണ് ഇടുന്നത്. നന്നായി മിക്സ് ചെയ്യാം. ഈ ലഡു ഉണ്ടാക്കാൻ ആകെ ഉപയോഗിക്കുന്നത് 2 ടീസ്പൂൺ നെയ്യും മാത്രമാണ്. ഇതിലേക്ക് വേറെ എണ്ണയോ ഇനി നെയ്യൊന്നും ഉപയോഗിക്കുന്നില്ല. ക്യാരറ്റും പഞ്ചസാരയും നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് പാലൊഴിക്കാം. നന്നായി മിക്സ് ചെയ്യാം. പാല് വറ്റുന്നത് വരെ തിളപ്പിച്ചെടുക്കാം. പാല് വറ്റുമ്പോഴേക്കും റവയും ക്യാരറ്റെല്ലാം നന്നായി വെന്തിട്ടുണ്ടാകും. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ഇടാം. ലോ ഫ്ലെയിമിൽ കളർ മാറാതെ വറുത്തെടുത്ത് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തതാണ്. നന്നായി മിക്സ് ചെയ്യാം. ഒരു മിനിറ്റ് നന്നായി ഇളക്കി കൊടുത്താൽ മതി. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉള്ളവർക്ക് അതും ചേർക്കാം. ഇത്രയും മതി. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാൽപ്പൊടിയാണ് ഇടുന്നത്. കൂടെ തന്നെ ഏലക്ക പൊടിച്ചത്, കുറച്ച് നട്ട്സ് ഓപ്ഷനിലാണ്. മിക്സ് ചെയ്യാം. ഒന്നുകൂടി ഡ്രൈ ആയി കിട്ടണം. ലോ ഫ്ലെയിമിലിട്ട് ക്യാരറ്റ് മിക്സ് നല്ല തിക്കാവുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഈ ലഡു റെഡിയാക്കാൻ അധികം സമയമൊന്നും വേണ്ട, 10 മിനിറ്റ് മതി. നന്നായി തിക്കായിരിക്കുന്നു. ഇത്രയും മതി. തണുത്തതിന് ശേഷം ലഡു ആക്കിയെടുക്കാം. പെട്ടെന്ന് തണുക്കാനായി കുറച്ച് പരത്തി വയ്ക്കാം. തണുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ ലഡു ഒക്കെ എടുക്കാം. പഞ്ചസാരയും തേങ്ങയും കൂടിയുള്ള മിക്സാണ്. ഇതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. ക്യാരറ്റും റവയും തേങ്ങയും ചേർത്തുണ്ടാക്കുന്ന ഈ ലഡു വളരെ ടേസ്റ്റിയാണ്. മധുരം കഴിക്കണമെന്ന് തോന്നുമ്പോഴോ വിരുന്നുകാർ വരുമ്പോഴോ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ക്യാരറ്റ് ലഡുവിൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.